ജീവിതത്തിൽ ഓരോ കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് കൃപ വേണം. ഓരോ കാര്യവും ദൈവികമായിട്ട് ചെയ്യണമെങ്കിൽ ദൈവകൃപ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈ കൃപ സമൃദ്ധമായിട്ട് ലഭിക്കും. 491 പറയുന്നുണ്ട്, ദൈവത്താൽ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പെട്ട മറിയം അവളുടെ ഉത്ഭവ നിമിഷം മുതൽ തന്നെ രക്ഷിക്കപ്പെട്ടവൾ ആയിരുന്നു. അതാണ് അമലോത്ഭവം. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം ഇമ്മാക്കുലേറ്റ് ഹാർട്ടാണ്, വിമല ഹൃദയമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് പറ്റുക, പ്രതിഷ്ഠിക്കാനായിട്ട് പറ്റുക. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നമ്മൾ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം, കോൺസെക്രേറ്റ് ചെയ്യണം, സമർപ്പിക്കണം. അതാണ് നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ളത്. പെന്തക്കോസ്താ ദിനത്തിന് മുമ്പായിട്ട് ശിഷ്യന്മാരൊക്കെ അവരെ തന്നെ സ്വയം സറണ്ടർ ചെയ്തു പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് അവരെ തന്നെ പ്രതിഷ്ഠിച്ചു. പരിശുദ്ധ അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ട് ധ്യാനിച്ച് അനുസരിച്ചു. അങ്ങനെ ഒരുങ്ങി ഇരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സാന്നിധ്യം അവർക്കെല്ലാവർക്കും അനുഭവിക്കാനായിട്ട് സാധിച്ചത്. ആ മഹാസാന്നിധ്യം അത് അനുഭവിക്കുക തന്നെ വേണം. പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റ് നമ്മുടെ ഉള്ളിലും ചുറ്റിലും അനുഭവിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കാനായിട്ട്. അതിന് പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. വി നീഡ് ദ ഹോളി മദർ. യേശുക്രിസ്തു പരിശുദ്ധ അമ്മയിലൂടെയാണ് മനുഷ്യനായിട്ട് അവതരിച്ചത്. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് ഇമ്മാനുവലായിട്ട് വന്നത്, ദൈവം നമ്മോട് കൂടെ. നമ്മളും ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോവേണ്ടത് ഈ പരിശുദ്ധ അമ്മയിലൂടെ തന്നെയാണ്. അങ്ങനെ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ ട്രാക്കിൽ കൂടെ തന്നെ പോകണ്ടേ. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ ഈശോയുടെ അടുത്ത് എത്തിയെന്ന്. അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? പരിശുദ്ധ അമ്മയിലൂടെ ആവുമ്പോൾ ഉറപ്പാണ്, ഈശോയുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് എത്തും. ഈശോയും പരിശുദ്ധാത്മാവും കൂടി നമ്മളെ അബ്ബാ പിതാവിന് സമർപ്പിക്കും. അബ്ബാ പിതാവിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തും. അങ്ങനെ ഒരു സംവിധാനം ഈശോ തന്നെ നമുക്ക് തന്നിട്ടുള്ളപ്പോൾ നമ്മളെന്തിനാ വേറെ വഴി കൂടെയൊക്കെ പോകുന്നത്? പരിശുദ്ധ അമ്മയുടെ അടുത്തെത്തിയാൽ പിന്നെ പരിശുദ്ധ അമ്മ കറക്റ്റ് വഴിയിലൂടെ കറക്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചുകൊള്ളും. ആ പരിശുദ്ധ അമ്മയെ വിശ്വസിക്കാൻ, ട്രസ്റ്റ് ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പരിശുദ്ധ അമ്മയെ വിശ്വസിക്കുന്നു, പരിശുദ്ധ അമ്മയെ ട്രസ്റ്റ് ചെയ്യുന്നു. ഇനി 492 പറയുന്നുണ്ട്, ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അതുല്യ വിശുദ്ധിയുടെ തേജസ്സിനാൽ പ്രശോഭിതയായ കന്യകാമറിയത്തിന് ആ വിശുദ്ധി മുഴുവൻ സിദ്ധിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. സ്വപുത്രൻ്റെ യോഗ്യതകളെ മുൻനിർത്തി, ഈശോയുടെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടവളാണ് മറിയം. കൂടുതൽ ഉന്നതമായ രീതിയിൽ 493 നമ്മൾ വായിക്കുന്നുണ്ട്, പാപസ്പർശനമേൽക്കാത്തവൾ. പരിശുദ്ധ അമ്മയ്ക്ക് ഉത്ഭവപാപം ഉണ്ടായിരുന്നില്ല, കർമ്മപാപം അമ്മ ചെയ്തുമില്ല, പാപസ്പർശനം ഏറ്റില്ല. അത്രയ്ക്കും പരിശുദ്ധിയുള്ള ആ അമ്മയെ നമ്മൾ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ്, അങ്ങനെ നമ്മൾ പൂർണ്ണമായി അംഗീകരിച്ച് സ്വീകരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊരിയുന്ന എല്ലാം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ, സ്വായത്തമാക്കാൻ, കൈക്കലാക്കാൻ പറ്റുള്ളൂ. കുരിശിൻ ചുവട്ടിൽ വെച്ചിട്ട് ഈശോ യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ സ്വീകരിച്ചു ആ അമ്മയെ. സ്വന്തം ജീവിതത്തിലും സ്വന്തം ഭവനത്തിലും സ്വന്തം ഹൃദയത്തിലും യോഹന്നാൻ സ്ലീഹ പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചു.
അങ്ങനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗത്തിൽ നിന്ന് എന്തൊക്കെയാണ് ദൈവം വർഷിക്കുന്നതെന്ന് യോഹന്നാൻ സ്ലിഹായ്ക്ക് മനസ്സിലായത്. ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മളും യോഹന്നാൻ സ്ലിഹായെ പോലെ ഈ പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക്, ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. അപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ വിമല ഹൃദയത്തിൽ നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ശുദ്ധീകരണത്തിനൊക്കെ ചെയ്യാൻ പറ്റിയ എല്ലാ ഹെൽപ്പുകളും ചെയ്തിട്ട് കറക്റ്റ് വഴിയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ, ഒരു പവർഫുൾ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും.